എപ്പിക് ലൈബ്രറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 8ാമത്തെ വീഡിയോയാണിത്. മുൻഭാഗങ്ങളുടെ പ്ലേലിസ്റ്റുകൾ ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ അറിയിക്കുമല്ലോ. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു എപ്പിക് ലൈബ്രറി. സാമുവലിന്റെ 1-ാം പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 10 വരെ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട 45 ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചോദ്യം 1 സാമുവൽ അധ്യായം 2-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 36 വാക്യങ്ങൾ. ചോദ്യം 2 സാമുവൽ അധ്യായം 2-ന്റെ ആദ്യ ശീർഷകം എന്ത്? ഉത്തരം ഹന്നായുടെ കീർത്തനം. ചോദ്യം 3 എന്ത് കർത്താവിൽ ആനന്ദിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം എന്റെ ഹൃദയം. ചോദ്യം 4 എന്റെ ഹൃദയം എന്തിൽ ആനന്ദിക്കുന്നുവെന്നാണ് ഹന്ന പ്രാർത്ഥിച്ചത്? ഉത്തരം കർത്താവിൽ. ചോദ്യം 5 എന്ത് കർത്താവിൽ ഉയർന്നിരിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം എന്റെ ശിരസ്. ചോദ്യം 6 എന്റെ ശിരസ് എവിടെ ഉയർന്നിരിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം കർത്താവിൽ. ചോദ്യം 7 എന്റെ അധരം എന്തു ചെയ്യുന്നുവെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ശത്രുക്കളെ പരിഹസിക്കുന്നു. ചോദ്യം 8 ഞാൻ എന്തിൽ ആനന്ദിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞത്? ഉത്തരം അവിടുത്തെ രക്ഷയിൽ. ചോദ്യം 9 അവിടുത്തെ രക്ഷയിൽ ഞാൻ എന്തു ചെയ്യുന്നുവെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ആനന്ദിക്കുന്നു. ചോദ്യം 10 പൂരിപ്പിക്കുക. കർത്താവിനെ പോലെ ഡാഷ് മറ്റാരുമില്ല. കർത്താവല്ലാതെ മറ്റാരുമില്ല. ഉത്തരം പരിശുദ്ധനായി. ചോദ്യം 11 നമ്മുടെ കർത്താവിനെ പോലെ മറ്റെന്തില്ല എന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം സുസ്ഥിരമായ ഒരാശ്രയം. ചോദ്യം 12 മേലിൽ എങ്ങനെ സംസാരിക്കരുതെന്നാണ് ഹന്നായുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം അഹന്തയോടെ. ചോദ്യം 13 നിന്റെ നാവിൽ നിന്ന് എന്ത് പുറപ്പെടാതിരിക്കട്ടെ എന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ഗർവ്. ചോദ്യം 14 പൂരിപ്പിക്കുക. നിന്റെ നാവിൽ നിന്ന് ഗർവ് പുറപ്പെടാതിരിക്കട്ടെ, കാരണം കർത്താവ് ഡാഷ് ആണ്. ഉത്തരം സർവജ്ഞനായ ദൈവം. ചോദ്യം 15 എന്ത് വിലയിരുത്തുന്നത് അവിടുന്നാണല്ലോ എന്നാണ് ഹന്ന പ്രാർത്ഥിക്കുന്നത്? ഉത്തരം പ്രവൃത്തികളെ. ചോദ്യം 16 ഹന്ന തന്റെ കീർത്തനത്തിൽ പറയുന്നതനുസരിച്ച് വീരന്മാരുടെ എന്താണ് തകർക്കപ്പെടുന്നത്? ഉത്തരം വില്ലുകൾ. ചോദ്യം 17 ആരുടെ വില്ലുകൾ തകർക്കപ്പെടുമെന്നാണ് ഹന്ന തന്റെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം വീരന്മാരുടെ. ചോദ്യം 18 ആര് ശക്തി പ്രാപിക്കുമെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ബലഹീനർ. ചോദ്യം 19 ബലഹീനർക്ക് എന്ത് സംഭവിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ശക്തി പ്രാപിക്കും. ചോദ്യം 20 ഹന്നായുടെ പ്രാർത്ഥനയനുസരിച്ച് ആരാണ് ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നത്? ഉത്തരം സുഭിക്ഷം അനുഭവിച്ചവർ. ചോദ്യം 21 സുഭിക്ഷം അനുഭവിച്ചിരുന്നവർക്ക് എന്ത് സംഭവിച്ചുവെന്നാണ് ഹന്ന തന്റെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ആഹാരത്തിനായി കൂലിപ്പണി ചെയ്യുന്നു. ചോദ്യം 22 ആര് സംതൃപ്തി അടയുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം വിശപ്പ് അനുഭവിച്ചവർ. ചോദ്യം 23 ഹന്നായുടെ കീർത്തനത്തിൽ ആര് 7 പ്രസവിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്?
ഉത്തരം വന്ധ്യ. ചോദ്യം 24. വന്ധ്യ എത്ര പ്രസവിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം 7. ചോദ്യം 25. ഹന്നായുടെ കീർത്തനത്തിൽ നിരാലംബരാകുന്നത് ആരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം സന്താന സമ്പത്തുള്ളവൾ. ചോദ്യം 26. സന്താന സമ്പത്തുള്ളവൾക്ക് എന്ത് സംഭവിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം നിരാലംബയാകുന്നു. ചോദ്യം 27. ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നത് ആരാണെന്നാണ് ഹന്ന പറയുന്നത്? ഉത്തരം കർത്താവ്. ചോദ്യം 28. പൂരിപ്പിക്കുക. ദരിദ്രനും ധനികനുമാക്കുന്നത് ഡാഷ് ആണ്. താഴ്ത്തുന്നതും ഉയർത്തുന്നതും അവിടുന്ന് തന്നെ. ഉത്തരം കർത്താവ്. ചോദ്യം 29. അവിടുന്ന് ദരിദ്രനെ ഉയർത്തുന്നത് എവിടെ നിന്നാണെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ധൂളിയിൽ നിന്ന്. ചോദ്യം 30. ഹന്നയുടെ പ്രാർത്ഥനയിൽ കർത്താവ് ധൂളിയിൽ നിന്ന് ഉയർത്തുന്നത് ആരെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ദരിദ്രനെ. ചോദ്യം 31. അഗതിയെ കർത്താവ് എന്തു ചെയ്യുന്നുവെന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കുപ്പയിൽ നിന്ന് സമുദ്ധരിക്കുന്നു. ചോദ്യം 32. കർത്താവ് പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തുകയും ഉന്നത സ്ഥാനങ്ങൾക്ക് അവകാശികളാക്കുകയും ചെയ്യുന്നത് ആരെയാണെന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ദരിദ്രനെയും അഗതിയെയും. ചോദ്യം 33. പൂരിപ്പിക്കുക. ഡാഷ് കർത്താവിൻ്റെതാണ്. അതിന്മേൽ അവിടുന്ന് ലോകത്തെ ഉറപ്പിച്ചിരിക്കുന്നു. ഉത്തരം ഭൂമിയുടെ അടിത്തൂണുകൾ. ചോദ്യം 34. ഭൂമിയുടെ അടിത്തൂണുകൾക്ക് മുകളിൽ കർത്താവ് എന്ത് ഉറപ്പിച്ചിരിക്കുന്നുവെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ലോകത്തെ. ചോദ്യം 35. ഹന്നയുടെ കീർത്തനത്തിൽ കർത്താവ് എന്ത് കാക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം തന്റെ വിശ്വസ്തരുടെ പാദങ്ങളെ. ചോദ്യം 36. ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നത് ആരാണ്? ഉത്തരം ദുഷ്ടന്മാർ. ചോദ്യം 37. ദുഷ്ടന്മാർക്ക് എന്ത് സംഭവിക്കുമെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം അന്ധകാരത്തിൽ ഉപേക്ഷിക്കപ്പെടുന്നു. ചോദ്യം 38. എന്തിനാൽ ആരും പ്രബലരാകുന്നില്ല എന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം ശക്തിയാൽ. ചോദ്യം 39. കർത്താവ് പ്രതിയോഗികളെ എന്തു ചെയ്യുമെന്നാണ് ഹന്നയുടെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ഛിന്നഭിന്നമാക്കുന്നു. ചോദ്യം 40. കർത്താവ് ആരെ ഛിന്നഭിന്നമാക്കുന്നുവെന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം പ്രതിയോഗികളെ. ചോദ്യം 41. ഹന്ന തന്റെ പ്രാർത്ഥനയിൽ കർത്താവ് ആർക്കെതിരെ ആകാശത്തിൽ ഇടിമുഴക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഉത്തരം പ്രതിയോഗികൾക്ക്. ചോദ്യം 42. കർത്താവ് ആർക്ക് ശക്തി കൊടുക്കുമെന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം തന്റെ രാജാവിന്. ചോദ്യം 43. തന്റെ അഭിഷിക്തന് വേണ്ടി കർത്താവ് എന്തു ചെയ്യുമെന്നാണ് ഹന്ന തന്റെ പ്രാർത്ഥനയിൽ പറയുന്നത്? ഉത്തരം ശിരസ്സുയരുമാറാക്കും. ചോദ്യം 44. കർത്താവ് ആരുടെ ശിരസ്സുയരുമാറാക്കുമെന്നാണ് ഹന്നയുടെ കീർത്തനത്തിൽ പറയുന്നത്? ഉത്തരം തന്റെ അഭിഷിക്തന്റെ. ചോദ്യം 45. ബാലനായ സാമുവൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്നത്? ഉത്തരം പുരോഹിതനായ ഏലിയുടെ. 2026 ലോഗോസ് ക്വിസിന് തയ്യാറെടുക്കാൻ സഹായിക്കുന്ന വീഡിയോ സീരീസിലെ 8ാമത്തെ ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഭാഗവുമായി ഉടൻ തന്നെ മടങ്ങിവരാം. എല്ലാവർക്കും നന്ദി.